ഇവിടെ ഇപ്പൊ കാണുന്നത് സമുദായത്തിന്റെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് അവരെ സ്വതന്ത്രമായി വിടുന്നതിന് പകരം ഏച്ചുകൂട്ടുകയാണ് പലരെയും. കാരണം വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കാത്തവർ തങ്ങൾ വിചാരിച്ചാൽ സർക്കാരിനെ മറിച്ചിടാൻ കഴിയില്ല, സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അവഗണിക്കുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പറഞ്ഞു, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മന്ത്രിമാര് പോലും, മുഖ്യമന്ത്രി അടക്കം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു കള്ളത്തരം ഇവിടെ പറഞ്ഞു. അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഈ ഭൂമി മലയാളത്തിലുള്ളവർക്ക് എല്ലാം അറിയാം. കാരണം നിമിഷപ്രിയയെ വിട്ടുകൊടുക്കാൻ കാന്തപുരം അല്ല ആര് വിചാരിച്ചാലും ഇപ്പൊ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങേരുടെ PR ഏജൻസി ഒരു വിട്ടിത്തം തട്ടി വിട്ടു. നിമിഷപ്രിയയെ അവിടെ ഇപ്പൊ വിട്ടയക്കാം. ഉടനെ മുഖ്യമന്ത്രിയുടെ ആശംസ വന്നു. മന്ത്രിമാരെല്ലാവരും വരിയായി നിന്ന് ആശംസ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ സമുദായാംഗങ്ങളെ, സാമുദായിക നേതാക്കളെ, മതനേതാക്കളെ എല്ലാം കാണുമ്പോൾ രണ്ട് കണ്ണുകൊണ്ടാണ്, ഒരു കണ്ണുകൊണ്ടല്ല, ഒരേ രീതിയിലല്ല. ഒരു ഇരട്ടത്താപ്പ് നയമാണ് എല്ലാ കാര്യങ്ങളിലും ഉള്ളത്.